മഹാഗുരു ശരണം. മഹാഗുരു ശരണം. നമസ്കാരം സർ. നമസ്കാരം സർ. നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഓൺലൈൻ കൺസൾട്ടേഷൻ്റെ ഭാഗമായിട്ട് ഭാര്യയുടെ പേരിലുള്ള പ്രോപ്പർട്ടി അത് സെയിൽ ചെയ്യണം എന്നുള്ള ആവശ്യമായിട്ട് ഭർത്താവ് നമ്മളോട് പറഞ്ഞിരുന്നു. നമ്മളത് വീഡിയോ കോൾ വഴി നമ്മൾ എന്താ പറയുക കൺസൾട്ടേഷൻ നടത്തിയതാണ്. അപ്പം സാറ് ദേശദേവതയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവർക്ക് വലിയ ഐഡിയ ഇല്ലാണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ലാസ്റ്റ് ബ്ലെസ് ചെയ്യുന്ന സമയത്ത് നിമിത്തം പോലെ കുറച്ച് കാര്യങ്ങൾ നടന്നിരുന്നു. നമുക്ക് തീർച്ചയായിട്ടും അത് പ്രേക്ഷകരായിട്ട് പങ്കുവയ്ക്കാം സാർ. തീർച്ചയായിട്ടും. നമസ്കാരം. അതിൽ അവർ വിളിച്ചത് സ്ഥലം വിൽപ്പനയുടെ കാര്യമാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ ദേവതകളെ കുറിച്ച് പറയുന്നുണ്ട്. ദേവതകൾ ഇന്ന സ്ഥലം ഇന്ന ദിശയിലേക്ക് നോക്കി ഇരിക്കുന്ന ഇന്ന ദേവതകളുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവരവിടെ പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റിയിലുള്ള ദേവതകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ അടുത്ത് തേങ്ങ ഇല്ലാണ്ട് വന്നു. തേങ്ങ വെച്ച് ആ വ്യക്തിയോട് പറഞ്ഞ്, ആ പറയുന്ന വ്യക്തിയുടെ അടുത്ത് തേങ്ങ പിടിക്കാൻ പറഞ്ഞ് ഏതാണ് ദേവത എന്ന് പറഞ്ഞാൽ അവർക്കൊരു ദേവത കണക്റ്റായി. പക്ഷെ അപ്പോഴും അതിനു മുമ്പ് ഞാൻ ഇന്ന ദിക്കിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു ദേവതയുണ്ടോ എന്ന് അവരോട് ആവർത്തിച്ച് ചോദിക്കുമ്പോഴത്തേക്കും അതുമായിട്ട് കണക്ഷൻ ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഓക്കെ. അപ്പൊ ഇവരെ ബ്ലസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ഇരുത്തി ഭാര്യ പുറകിൽ നിന്നിട്ട് ബ്ലസ് ചെയ്യുമ്പോഴത്തേക്കും, ബ്ലസ് ചെയ്യാന്ന് പറഞ്ഞാൽ എനർജി ചാനലൈസേഷനാണ്. ഒരു മിനിറ്റിനുള്ളിൽ കോളിംഗ് ബെല്ല് കേട്ടു. അപ്പോൾ ഇവർ തുടർന്നു. ഇവർ ഇത് ചെയ്യാണ്ടിരുന്നപ്പോഴത്തേക്കും അപ്പോൾ അതൊരു സൂചനയാണ്. കോളിംഗ് ബെല്ല് അത് വാതിൽ തുറക്കാൻ പറഞ്ഞു. അപ്പോൾ വാതിൽ തുറന്നപ്പോഴത്തേക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ ജോലിക്ക് നിന്ന ആള് ഈ പർട്ടിക്കുലർ ബ്ലസ് ചെയ്യണ സമയത്ത് വിരൽ മുറിയാണ്. വിരൽ മുറിഞ്ഞ് ചോര വരുന്നു. തുണി കെട്ടാനായിട്ട് തുണിയും മരുന്നും ചോദിച്ചാണ് ബെല്ലടിച്ചത്. അപ്പോഴാണ് ഗുരുതി വഴിപാട് നടക്കുന്ന ക്ഷേത്രമുണ്ടോ? അപ്പോൾ ഗുരുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ വിരലിൽ മുറിച്ച് ഗുരുതിയാണോ, കോഴി ഗുരുതിയാണോ എന്ന് ആൾക്കാർ ചോദിക്കും. അല്ല, ഗുരുതി എന്ന് പറഞ്ഞാൽ ഇതാണ് പുഷ്പാണ്ഡം എന്ന് പറഞ്ഞാൽ ഇത് ഇളവൻ കുമ്പളങ്ങ വെച്ചിട്ട് ഇത് ചെയ്യുന്നതാണ് ഗുരുതി വഴിപാട് ശരിക്കും സാത്വികമായിട്ട്. അങ്ങനെ ഗുരുതി വഴിപാട് നടക്കുന്നതാണ് അവിടുത്തെ ദേശദേവത ദേവി. അപ്പൊ ആ ദേവിയുടെ കാര്യം നമുക്ക് സൂചന കിട്ടിയിട്ട്, എറണാകുളത്തിരിക്കുന്ന നമ്മളും വടക്കൻ ജില്ലകളിൽ താമസിക്കുന്ന ഒരു ഉദ്ദേശം 100 കിലോമീറ്ററിന് ദൂരത്ത് താമസിക്കുന്ന അല്ലെ, 100 മൈലുണ്ടല്ലോ, 5 മണിക്കൂറിനുള്ളിൽ യാത്രയുണ്ട്. അപ്പോൾ താമസിക്കുന്ന അദ്ദേഹവുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന കാര്യം അദ്ദേഹത്തിന് ക്ലാരിഫിക്കേഷൻ കിട്ടാത്തപ്പോഴത്തേക്കും അവിടെ പ്രസൻസ് കൊടുപ്പിച്ചതാണ്. അവിടെ പ്രസൻസ് കൊടുപ്പിച്ച് ഞാൻ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കടാ മനുഷ്യ എന്ന് ആ ദേവി പറയുന്നതാണ്. അപ്പോൾ പലപ്പോഴും ദേവതകൾ, നമ്മളിപ്പോൾ നേരത്തെ എടുത്ത വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ദേവതകൾ നമ്മളോട് സംവദിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ കാര്യങ്ങളും നടക്കാൻ കാലതാമസം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദേവതകളുടെ കാര്യത്തിൽ വരുന്ന നമ്മൾ വരുത്തുന്ന വീഴ്ചകളാണ്. അതാണ് സത്യം കേട്ടോ. അപ്പോൾ അത് ഈ ഒരു എന്താണ് സാർ ഒന്ന് നിൽക്കണേ, ഈ ഒരു അനുഭവം സൂചനയാണ്. അത് പലർക്കും ഒരു എന്താണ് ഒരു അനുഗ്രഹമാകട്ടെ, അറിവാകട്ടെ എന്ന് പങ്കുവയ്ക്കുന്നു. ചില എനർജികൾ കളിക്കുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം. സാർ, ഈ ക്യാമറ ഇല്ലേ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ സാറിന്റെ ഫേസ് ഫോക്കസ്ഡ് ആയിട്ട് സാറിനെ കാണിക്കണം. മറ്റേത് കാണുന്നില്ല. ഞാൻ എങ്ങനെ എടുക്കും? കാണുന്നുണ്ട്, എനിക്ക് കണ്ടു, ഇപ്പൊ കാണുന്നില്ല. പക്ഷെ അതിന് മുന്നേ സംസാരിക്കുമ്പോഴാ കാണുന്നത്. അതാ എനർജി. അതിന്റെ പുറകെ ഒന്നും പോകേണ്ട കാര്യത്തിൽ പോട്ടെ. എനിക്ക് തന്നെ അറിയില്ല അവധൂത എനർജിയാണെന്ന് ഞാൻ പറഞ്ഞത്. ഒരു പക്ഷേ ഗായത്രിക്ക് തോന്നിയോ സാറ് തള്ളിയതായിരിക്കും അവധൂത. അല്ല, ഞാന് ഇത് നമുക്ക് ബ്ലാക്ക് സ്ക്രീനാ. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഇത് മൊത്തം ബ്രൈറ്റ് ആയിട്ട് ഫോക്കസ് ആവുന്നുണ്ട് സാറിന്റെ ഫേസ്. ഇത് സാറിനെ പോലെ തന്നെ അല്ലേ ഇരിക്കുന്നത്? പക്ഷെ ഞാൻ കാണുന്നത് അത് അങ്ങനെയല്ല. ബ്ലാക്ക് ഇതിലെടുക്കുമ്പോ ഇത് ഇങ്ങനെ വരുന്ന അല്ലേ? അതെങ്ങനെ വരുന്നു? ബ്ലാക്ക് ഇതിലെടുക്കുമ്പോ ഇത് വൈറ്റ് ആയിട്ട് വരുന്നു. സ്ക്രീൻ ഇങ്ങനെ വരുന്നു. അതെങ്ങനെ വരുന്നു? അത് വേറെ ഇത് കാണുന്നു. ഇതില് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് സാറാണോ? ഞാൻ കാണുന്നതിൽ താടിയുണ്ട്. ഇതെന്റേതല്ലേ, എന്റെ ആ പൊട്ട് മാത്രമേ കിട്ടുന്നുള്ളൂ. ഇത് സാറാണോ? അല്ലാന്ന് തോന്നുന്നു. ആ ഒരു കാരിക്കേച്ചർ പോലെ കിട്ടുന്നുണ്ട്. ഇത് സാറല്ലല്ലോ. ഞാൻ കാണുന്നതിൽ താടിയുണ്ട്, നെറ്റിയില് ഭസ്മത്തിന്റെ കുറിയുണ്ട്.
ഇത് സാറാണ്. അത് ഞാനാണ്. ആ പക്ഷെ നമ്മൾ ഇരുട്ടത്താണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ എടുക്കുന്നത്. എന്നിട്ട് ക്രിസ്റ്റൽ ക്ലിയർ കണ്ണാടി പോലെ നമുക്ക് വൈറ്റ് ആയിട്ട് വെറുതെ അതിന്റെ ഫോട്ടോ എടുത്ത് അതിന്റെ ഫോട്ടോ മാറ്റിയിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത്. ദേ ഇതെന്താ അത് ബ്ലാക്ക് ആയിട്ട് തന്നെ വന്നു. ബ്ലാക്ക് എന്തോ വഴി നടക്കാം. ആ ഞാൻ യൂട്യൂബ് ഡിസ്കഷനിലിടായത്. മറ്റേ താടി വെച്ചത് ഇടണേ സാർ. പക്ഷെ ഞാൻ വരികയില്ലായിരുന്നു, വരികില്ലാന്ന് തോന്നുന്നു. ആ ഒരു എനർജി കാണിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പലതും അറിയില്ല, എന്നിലൂടെ എനർജി വർക്ക് ചെയ്യുന്നു. ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നതാണ്. ഞാൻ ആദ്യം കണ്ട് ഞാൻ പേടിച്ചു പോയി. കാരണം ഈ ഫേസ് അല്ല ഞാൻ കാണുന്നത്. കറക്റ്റ് റൗണ്ട് രീതിയിലുള്ളൊരു ഫേസും താടി ഭസ്മക്കുറിയൊക്കെയാണ് ഞാൻ കാണുന്നത്. കുറിച്ച് വിശദീകരണം പിന്നെ കൊടുത്താൽ മതി. 3/6, 3:31, 3:42, 5/6 വീഡിയോ റെക്കോർഡിംഗ് ആണ്. പിന്നെ വിശദീകരണം കൊടുത്താൽ മതി. ഇനി അടുത്ത ഏതാ? പക്ഷെ നമ്മൾ നേരത്തെ എടുത്ത വീഡിയോ